ചതിക്കപ്പെട്ട ഈ പെൺകുട്ടി നേരെ അങ്ങോട്ട് കയറി ചെന്നു. ഈ കുട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെ എന്നെ പല രീതിയിൽ മുതലെടുത്തു, എന്നെ പറ്റിച്ചു, വിവാഹം ചെയ്യാന്ന് വാഗ്ദാനം ചെയ്ത് എന്നെ ഇങ്ങനെ യൂസ് ചെയ്തു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛനമ്മമാര് ആയിട്ടുള്ള അവർ പറയാണ് സ്വന്തം മകന്റെ വാക്കുകളിൽ വീണ് ഇതിനു മുന്നേ വേറെ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ FRK വ്ളോഗ് കാർത്തിക് സൂര്യ കോൺഫ്ലിക്റ്റ്, ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, പലർക്കും അറിയുമായിരിക്കും. കാർത്തിക് സൂര്യ ആരാണെന്നുള്ള ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, മലയാളത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് അല്ലേ. 2 മില്യന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇടുന്ന വീഡിയോക്കൊക്കെ അതിന്റേതായ റീച്ചും ഉണ്ട് അല്ലേ. പുള്ളിക്കാരന്റെ പഴയകാല സുഹൃത്തായിരുന്നു FRK വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബർ. പിന്നീട് അവരുടെ സൗഹൃദത്തിൽ ചില വിള്ളലുകൾ വരികയും അതിനുശേഷം വളരെ വലിയ അലിഗേഷൻസ് ഒക്കെ FRK വ്ളോഗ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അലിഗേഷൻ എന്ന് പറയുമ്പോൾ ചില്ലറ അലിഗേഷൻസ് ഒന്നല്ല അല്ലേ. എന്തൊക്കെയായിരുന്നു അലിഗേഷൻ? കാർത്തിക് സൂര്യ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുമായി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല, കണ്ടന്റിന് വേണ്ടി സുഹൃത്തുക്കളെ യൂസ് ചെയ്യുകയാണ് എന്നൊക്കെയായിരുന്നു അന്ന് FRK വ്ളോഗ് അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയാണ് FRK വ്ളോഗ് പറഞ്ഞപ്പോഴും കാർത്തിക് സൂര്യയുടെ ഭാഗത്ത് നിന്നും പൂർണ്ണമായ മൗനമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് അന്നൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ സാധാരണ രീതിയിൽ വലിയ വലിയ അലിഗേഷൻസ് വരുന്ന സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് മൗനം പാലിക്കുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തനിക്കെതിരെ അലിഗേഷൻ ഉന്നയിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് അതിൻ്റെതായ പ്രൂഫ് ഉണ്ടെങ്കിൽ ഇവർ മൗനം പാലിക്കും. കാരണം തിരിച്ചു മിണ്ടി കഴിഞ്ഞാണെങ്കിൽ ഇവർ പ്രൂഫ് എടുത്ത് പുറത്തുവിടല്ലോ, ആ ഒരു പേടി കാരണമായിട്ടാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള താല്പര്യമില്ലായ്മ. 2 കൈ മുട്ടുമ്പോഴുള്ള ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ തന്റെ കൈ എടുത്ത് വീശേണ്ടെന്ന് ഇവരങ്ങ് കരുതും. ഇപ്പൊ സ്വാഭാവികമായിട്ട് സൗണ്ട് ഉണ്ടാവില്ല, ഈ കോൺട്രവേഴ്സി കെട്ടടങ്ങിക്കോളും. അങ്ങനെയാലും ഇത് കെട്ടടങ്ങിക്കോട്ടെ എന്ന് കരുതി ഇവർ മൗനം പാലിക്കും. അങ്ങനെ മൗനം പാലിക്കുന്നവരാണ് കൂടുതലും. ഇപ്പൊ FRK വ്ളോഗ് ഈ അലിഗേഷൻസ് ഒക്കെ ആദ്യം മുന്നോട്ട് വന്ന സമയത്ത് ഞാൻ ആദ്യം കരുതിയതും കാർത്തിക് സൂര്യ മൗനം പാലിച്ചത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. തന്റെ മൗന കാരണം ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങി പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് 8 മാസം മുന്നെയാണ് FRK വ്ളോഗ് ആദ്യമായിട്ട് കാർത്തിക് സൂര്യക്കെതിരെ അലിഗേഷൻസ് ആയിട്ട് മുന്നോട്ട് വരുന്നത് അല്ലേ. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് ഇതിനെക്കുറിച്ച് സംസാരങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് സംഭവിച്ച ചില സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ FRK വ്ളോഗ് പറഞ്ഞത് കുറേയൊക്കെ ശരിയാണെന്ന് തോന്നിപ്പോവാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നു അല്ലേ. നമ്മളത് 2 ദിവസം മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ സംഭവം? കാർത്തിക് സൂര്യക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഒരു പോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടായിരുന്നു. ഇന്റലക്സ് പോഡ്കാസ്റ്റ് എന്നുള്ളതായിരുന്നു ആ ചാനലിന്റെ പേര്. കാർത്തിക് സൂര്യ 3 സുഹൃത്തുക്കളുമായി തുടങ്ങിയ ഒരു ചാനലായിരുന്നു അത്. ആ ചാനൽ വഴി ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യാനും ഒരുപാട് വിഷയങ്ങളിൽ നിലപാട് പറയാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഹൈ സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു അത്. 4 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതെന്ത് സംഭവിച്ചു? ആ ചാനലിൽ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തൊരവസ്ഥ വന്നു. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വന്നു, എന്തുകൊണ്ട് ഈ ചാനൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നുള്ളത്. അന്നേരം നമ്മുടെ സുഹൃത്തുക്കളുടെ മറുപടി 2 ദിവസം മുന്നേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കാർത്തിക് സൂര്യയുമായി ഒത്തുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ നിലപാടും പുള്ളിക്കാരന്റെ നിലപാടും ഒത്തുപോകില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് നിർത്തിപ്പോയി എന്നുള്ളത്. അതായത് ഞങ്ങൾക്ക് പുള്ളിക്കാരനുമായി സഹകരിച്ചു പോകാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നർത്ഥം. അത് കേട്ട സമയത്ത് എനിക്കെന്തോ മുമ്പ് FRK പറഞ്ഞതിൽ എന്തൊക്കെയോ ന്യായമുണ്ടെന്ന് തോന്നിപ്പോയി. ആ സുഹൃത്തുക്കൾക്ക് കണ്ടന്റിന് വേണ്ടി തങ്ങൾ യൂസ് ചെയ്യപ്പെടുന്ന എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇങ്ങനെ മാറി നിൽക്കേണ്ട ഗതികേട് വന്നത്. മാത്രവുമല്ല, ഇപ്പൊ കാർത്തിക് സൂര്യന്റെ വ്ളോഗുകളിലൊന്നും പഴയ സുഹൃത്തുക്കളൊന്നും കാണാനും പറ്റുന്നില്ല. ആകെ ഷെസാമിനെ പോലെ, ശരണ്യെ പോലുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമേ ഇപ്പൊ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതൊക്കെ കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അല്ലെ. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഈ സുഹൃത്തുക്കൾ തള്ളി പറഞ്ഞ സമയത്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു FRK വ്ളോഗ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുള്ളത്. അത് അതേപോലെ തന്നെ സംഭവിച്ചെന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ ഞെട്ടിക്കുന്ന അടുത്ത വെളിപ്പെടുത്തലായിട്ടാണ് FRK വ്ളോഗ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം കരുതി ജസ്റ്റ് അത് റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറമാണ് കാര്യങ്ങൾ. സെയിം ലെവലുള്ള അടുത്തൊരു അലിഗേഷനുമായി FRK വ്ളോഗ് രംഗത്ത് വന്നു എന്നുള്ളതാണ്. അതും തള്ളിക്കളേണ്ട ഒരു അലിഗേഷൻ അല്ല, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അലിഗേഷൻ തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പൊ 8 മാസം മുന്നേ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ ഈ FRK വ്ളോഗിന്റെ വൈഫിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് അയച്ചത് ഒരു അജ്ഞാത പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇവരോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് കാർത്തിക് സൂര്യയുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തണം, അതിന് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് എന്നുള്ളത്. തുടക്കത്തിൽ ഇവരങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി നിരന്തരമായി അവരെ വെറുപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അവസാനം ഗത്യന്തരമില്ലാതെ ഇവർ ആ പെൺകുട്ടിക്ക് ഫോൺ നമ്പർ കൈമാറി. അങ്ങനെ എന്താക്കാണ്, ആ പെൺകുട്ടി ഇവരെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താണ്? കാർത്തിക് സൂര്യ എന്നെ പല വാഗ്ദാനങ്ങളും നൽകി യൂസ് ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ആ പെൺകുട്ടി ഇത് പറയാനായി കാർത്തിക് സൂര്യയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള അനുഭവത്തെ കുറിച്ച് ഇവരോട് പങ്കുവെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് FRK വ്ളോഗ് പറയുന്നത് നമുക്ക് കണ്ടുനോക്കാം. ഇങ്ങേരുടെ വീട്ടിലേക്ക് ചതിക്കപ്പെട്ട ഈ പെൺകുട്ടി നേരെ അങ്ങോട്ട് കയറി ചെന്നു. ഈ കുട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെ എന്നെ പല രീതിയിൽ മുതലെടുത്തു, എന്നെ പറ്റിച്ചു, വിവാഹം ചെയ്യാന്ന് വാഗ്ദാനം ചെയ്ത് എന്നെ ഇങ്ങനെ യൂസ് ചെയ്തു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ പഠിപ്പുള്ള, വളരെ ഫോർവേഡ് ചിന്താഗതിയുള്ള അച്ഛനമ്മമാർ ആയിട്ടുള്ള അവർ പറയാണ്, ഇതുപോലെ വേറെയും പിള്ളേർ ഭ്രമയുഗത്തെ പെട്ട് വന്നിട്ടുണ്ട്.
ഈ സ്വന്തം മകന്റെ വാക്കുകളിൽ വീണ് ഇതിനു മുന്നേ വേറെ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. മോൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്. എന്താണ്, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, എൻ്റെ മോന് പ്രശ്നം ഉണ്ടാക്കരുത്, മോള് തിരിച്ച് വീട്ടിൽ പോകണം. ബെസ്റ്റ്. നല്ല പാരന്റ്സ് അല്ലേ? സ്വന്തം മകനെതിരെ ഇത്ര വലിയ പരാജയമായ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്റെ മകനെ വെറുതെ വിടണം, നിങ്ങൾ തിരികെ പോകുമെന്നും പറഞ്ഞുകൊണ്ട്. നല്ലൊരു പാരന്റ് ആണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അപ്രോച്ച് അല്ലേ സ്വീകരിക്കേണ്ടത്, അല്ലേ? ഒന്നെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, അവിടെ പാരന്റ്സ് പറയേണ്ട കാര്യം എന്താണ്, മോളിപ്പോ പോയിക്കോ, അന്വേഷിച്ചിട്ട് മോള് പറഞ്ഞതിൽ കാമ്പുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്നുള്ളതാണ്, അല്ലേ? അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയേണ്ടത് എന്താണ്, മോളിപ്പോ പോയിക്കോ, മോക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? അതിന് പകരം പറയണത് എന്താണ്, എന്റെ മകനെ വെറുതെ വിടും, എന്റെ മകന് പിന്നാലെ വരല്ലോ, ഉപദ്രവിക്കല്ലേ എന്നതാണ്. അപ്പോഴും സ്വന്തം മകനെ കാര്യം മതി എന്നുള്ളതാണ്. ചിലപ്പോൾ പാരന്റ്സിനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ഇവിടെ ആർക്കിയോളജി പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ പെണ്ണെന്നുള്ളത് മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ ഈ കാർത്തിക് സൂര്യ ചതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവരൊക്കെ പാരന്റ്സിനോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടാകും, കേട്ട് ഇവരുടെ കാത് താമ്പിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഡിഫൻസീവ് മോഡിലേക്ക് വരുമല്ലോ. ചിലപ്പോൾ അങ്ങനെ ചെയ്തത് പോയതാകാം. ഈ FRK പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ ശരിയാണെങ്കിൽ കേട്ടോ, ആ റിപ്പീറ്റ് ആക്കി പുള്ളിക്കാരൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ നമുക്ക് വിടുള്ളൂ. എന്തായാലും പാരന്റ്സ് കൈവടിഞ്ഞു, പക്ഷേ ഈ പെൺകുട്ടി വെറുതെ വിടാൻ തീരുമാനിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് FRK പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. ഈ പെൺകുട്ടി ആദ്യം പകച്ച് ഇതായിട്ട് തിരികെ പാതി വഴിയെത്തി. അപ്പൊ ഈ പെൺകുട്ടിക്ക് തോന്നി എന്നാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, കാരണം ഈ പെൺകുട്ടിക്ക് പറ്റണം, കാരണം അത്രത്തോളം ഭയങ്കരമായിട്ട് ഫൂൾഡ് ആയ അവസ്ഥയാണ്. അപ്പൊ തിരിച്ച് ഈ പെൺകുട്ടി ഒന്നുകൂടി ചെന്നു. അപ്പൊ ഇവന്റെ റിലേ കട്ടായി, ഈ കഥാപാത്രത്തിന്റെ റിലേ കംപ്ലീറ്റ്ലി കട്ടായി. ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ആള് മറ്റേ മന്മേ ലഡ്ഡു ഫോട്ട, പക്ഷെ ലഡ്ഡു അല്ല, വേറെ 2 ബോളാണ് അടിച്ചു പോയത്. അപ്പൊ വേറെ രക്ഷയൊന്നുമില്ല. കൂടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു നോക്കി, ആരും ഇതിനകത്ത് താമല്ല. അവസാനം ഒരു ബാബുവണ്ണനെ കിട്ടി. അപ്പൊ ബാബുവണ്ണൻ പറഞ്ഞു ഫ്ലാറ്റിലേക്ക് വാ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് ബാബുവണ്ണന്റെ ഫ്ലാറ്റിൽ ചെന്നു. ബാബുവണ്ണൻ ഡീസന്റ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ബാബുവണ്ണന്റെ പോയിന്റ് ഓഫ് വ്യൂസ് സംസാരിച്ചു. ആ പെൺകുട്ടിക്ക് അത് സ്വീകാര്യമല്ല, അത് നടക്കില്ല എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായല്ലോ. ഈ പെൺകുട്ടി വീണ്ടും വീട്ടിലേക്ക് കയറി ചെന്നു. അതോടെ കാർത്തിക് സൂര്യക്ക് മനസ്സിലായി ഈ പെൺകുട്ടി വെറുതെ വിടാൻ താല്പര്യമില്ല എന്നുള്ളത്. അതോടെ കാർത്തിക് സൂര്യ എന്താക്കി, പാരന്റ്സിൽ നിന്നും വിട്ട് നേരെ ഫ്രണ്ട്സുമായി കോംപ്രമൈസ് ചെയ്യാൻ നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പെൺകുട്ടി വിട്ടില്ല എന്നുള്ളതാണ്. അതോടെ കാർത്തിക് സൂര്യ കുടുങ്ങുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ പെൺകുട്ടിയെ വഞ്ചിച്ചത് കാരണമായിട്ട് കാർത്തിക് സൂര്യ പെട്ടെന്ന് തന്നെയാണ്, അല്ലേ? അവസാനം അങ്ങോട്ടും കൊണ്ട് വെറി പിടിച്ച് പായേണ്ട ഒരു സിറ്റുവേഷൻ കാർത്തിക് സൂര്യക്ക് വന്നു എന്നുള്ളതാണ് പിന്നീട് FRK പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് കാർത്തിക് സൂര്യയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, കാർത്തിക് സൂര്യ എടുക്കുന്ന ഭക്തിമാർഗം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഈ കാവടിയും സെറ്റപ്പ് കാര്യത്തിൽ പുള്ളിക്കാരൻ എന്തോ അഗ്നികാവടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഈ കാവടിയൊക്കെ എടുത്തതിന് കാരണം എന്താണ് എന്നുള്ളത്, ഈ ഭക്തിമാർഗം സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് പിന്നീട് FRK പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടം പോലെ തെറ്റ്, ഈ തെറ്റുകളിൽ നിന്ന് തെറ്റ് ചെയ്ത് ഇതിപ്പോ ശരി ഏതാ തെറ്റ് ഏതാന്ന് അറിയാൻ പാടാത്ത അവസ്ഥയിലാണ് ഇപ്പൊ തീ കൂടെ ഇയാള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്കിപ്പോ തീയിലൂടെ നടന്ന പൊള്ളല് മനസ്സിലാവണല്ല, പൊള്ളുന്നതാണോ, കരിഞ്ഞോ, ചീഞ്ഞോ, എന്താണ് അളിഞ്ഞോ, അത് അളിഞ്ഞതിന്റെ മണമോ ഒന്നും ഇങ്ങർക്ക് മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഇത് കണ്ട് ചുറ്റും നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമാണ്. ഇങ്ങനെ 144p കാന്താര അപരാധം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആലോചിക്കണം, നീ പൊട്ടനാട്. എപ്പോഴും ആലോചിച്ചത് ഈ ഇമാജിനറി ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോ വിറ്റാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എന്താണ്, ഈ ഇമാജിനറി ക്യാരക്ടർ അയാള് തന്നെ ഇമാജിനറി വേൾഡിലായതുകൊണ്ട് കാണുന്നവനും എല്ലാം വിശ്വസിക്കുന്ന മൈൻഡാണെന്ന് തോന്നാം. അല്ലെങ്കിൽ ചിലപ്പോ പൊട്ടനായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടാന്ന് എനിക്ക് അറിയില്ല. ഇമാജിനറി ക്യാരക്ടർ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ കാർത്തിക് സൂര്യനാണ്, അത് മനസ്സിലായല്ലോ. പുള്ളിക്കാരൻ പേര് പറയുകയാണ് ഈ അലിഗേഷൻസ് ഒക്കെ ഉന്നയിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ ഭക്തി മാർഗവും ഈ കാവടിയും എല്ലാം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഓരോരോ തത്രപ്പാടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ FRK പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അതല്ലെങ്കിൽ ഈ പാപങ്ങളെല്ലാം കഴുകി കളയാൻ കാർത്തിക് സൂര്യ കണ്ടൊരു മാർഗം, അങ്ങനെയും കരുതാം. എന്തൊക്കെയായാലും അവസാനം ഈ FRK ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, അതും കൂടി വേണ്ട നമുക്ക് അവസാനിപ്പിക്കാം. നിയമം അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചാൽ അതിനെതിരെ കേസ് കൊടുക്കാമെന്നാണ്. പക്ഷെ അത് കേസ് കൊടുക്കേണ്ടതാരാ? ഞാനോ നിങ്ങളോ ഒന്നുമല്ല, അതനുഭവിച്ച ആളാണ്. അപ്പൊ അത് ആ ആള് ചിന്തിച്ച് സ്വയം എടുക്കേണ്ട തീരുമാനമാണ്. അത് തീർച്ചയായിട്ടും അയാളുടെയാണ്, അയാളുടെ മാത്രം തീരുമാനമാണ്. അയാൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. നമുക്ക് അയാളോട് പറയാനേ പറ്റുള്ളൂ. പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ സ്വന്തം തീരുമാനങ്ങളാണ്.
യെസ്, അതത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. കൃത്യമായ പ്രൂഫ് ഹാജരാക്കി അങ്ങ് ലോക്ക് ചെയ്തോളണം, അതിൽ വേറെ വർത്താനില്ല. കാരണം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല, അത് വലിയൊരു ഒഫൻസ് തന്നെയാണ്. എന്തൊക്കെയായാലും ഇത്രയും പറഞ്ഞതിൽ നിന്നും എനിക്ക് തോന്നുന്നത് FRK വ്ളോഗിന്റെ ഭാഗത്ത് ഒരു 80% ന്യായമുണ്ട് എന്നുള്ളതാണ്. കാരണം നിരന്തരമായി FRK വ്ളോഗ് അലിഗേഷൻസ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. പക്ഷെ കാർത്തിക് സൂര്യ ആണെങ്കിലോ നിരന്തരമായി മൗനം പാലിക്കുന്നുമുണ്ട്. 1-2 വീഡിയോ ഒക്കെ ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിരന്തരമായി ഇങ്ങനെ പറയുന്ന സമയത്ത് ആ പറയുന്നത് കളവാണെങ്കിൽ എന്തിന് കാർത്തിക് സൂര്യയോട് മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. കാർത്തിക് സൂര്യയുടെ ഭാഗത്ത് ചെറിയൊരു ശരിയുണ്ടെങ്കിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇല്ല എങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് ഈ കാർത്തിക് സൂര്യയുടെ ഇമേജിനെ തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഇല്ലാതാക്കാൻ ഒരു പെണ്ണ് കേസ് മതി അല്ലേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തം ഇമേജിനെ കുറിച്ച് കാർത്തിക് സൂര്യ കോൺഷ്യസ് ആണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇല്ല എങ്കിൽ ജനം അങ്ങ് കരുതും FRK വ്ളോഗിന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത്. ഇപ്പൊ ഞാൻ കരുതിയതുപോലെ തുടക്കത്തിലൊക്കെ വെറുതെ കിടന്ന് ചൊറിയാന്നാണ് കരുതിയത്. പക്ഷെ പോകെ കാർത്തിക് സൂര്യ നിരന്തരമായി മൗനം പാലിക്കുമ്പോൾ ഇയാളുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരിയുണ്ട് എന്ന് തോന്നിപ്പോവാണ്. ഇനിയും മൗനം പാലിക്കുകയാണെങ്കിൽ അത് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നുള്ളതാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.